നമസ്കാരം പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഞാനിത് ടെറസിൻ്റെ മുകളിൽ നട്ട മാവാണ്, ഡ്രമ്മിൽ നട്ടതാണ്. ഇത് ഒന്നാമത്തെ വർഷം വന്നൊരു കിളിർപ്പാണ്. ഒന്നാമത്തെ വർഷം വന്നൊരു കിളിർപ്പാണ്. 4 ഭാഗത്തേക്കും നല്ലൊരു കിളിർപ്പ് വന്നു. പിന്നെ ഒരനക്കമില്ല, അതേപോലെ നിൽക്കുകയാണ്. ആ കിളിർപ്പൊക്കെ ഒന്ന് വലുതായി, കമ്പൊക്കെ 4 ഭാഗത്തേക്കൊന്ന് വലുതായി, വേറൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഇത് അനങ്ങാണ്ടിരിക്കണപ്പോൾ ഇതിലൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇത് എന്തായാലും എന്താ ആകുക നോക്കാമല്ലോ, അതിന് വല്ലാതെ മൈൻഡ് ചെയ്യലില്ല. വളമിട്ട് കൊടുത്തിരുന്നു, കോഴിക്കാഷ്ടം കഴിഞ്ഞ മഴക്കാലത്ത് ഇട്ട് കൊടുത്തിരുന്നു. വേറെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ പിന്നെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തില്ല, കാരണം അത് വേനലിൽ ഈ ടെറസിൻ്റെ മുകളിൽ ഇത്രയും ചൂടുള്ള സ്ഥലത്ത് വെച്ചിട്ടും അതിനൊരു വാട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവമൊന്നും കാണുന്നില്ല. പിന്നെ വെള്ളമൊക്കെ വല്ലപ്പോഴും ഒക്കെ ഒഴിച്ച് കൊടുത്താലായി, അത്രേ ഉള്ളൂ. പക്ഷേ പൂത്തപ്പോൾ ഞങ്ങൾ പിന്നെ സ്ഥിരം വെള്ളം ഒഴിക്കൽ തുടങ്ങി. അപ്പോൾ ശരിക്കും ഇത്രയും പൂവ് ഇതിന് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കത് എല്ലാം മാങ്ങ ആവില്ല. പിന്നെ അത് ആദ്യത്തെ പൂവ് നുള്ളിക്കളയണം എന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ പൊതുവെ ഒരു അഭിപ്രായമുണ്ട്. കാരണം അതിന് ശേഷി ഉണ്ടാവില്ല, ചെറിയ കമ്പല്ലേ. അപ്പോൾ അത് മാവ് പെട്ടെന്ന് കേട് വന്ന് പോകും, കമ്പൊക്കെ ഉണങ്ങിപ്പോകും എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, കണ്ണിമാങ്ങ ആയിട്ട് അത് പറിച്ച് ഒഴിവാക്കാം. പിന്നെ അടുത്ത വർഷം തന്നെ കണ്ണിമാങ്ങ എടുക്കുക. അങ്ങനെ 2 വർഷം കഴിഞ്ഞതിന് ശേഷം അതിൽ മാങ്ങ പിടിപ്പിച്ചാൽ മതി എന്നാണ് പൊതുവേ ഉള്ളൊരു എല്ലാവരുടെയും അഭിപ്രായം അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ്, എനിക്ക് കൂടുതൽ അറിയില്ല. ഇനി അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ ഞാനും ആലോചിച്ച് തന്നെയാണ്, കാരണം ഇത്രയും പൂവും ഉണ്ടാകുമ്പോൾ അതിലൊക്കെ മാങ്ങ പിടിച്ചാൽ ഇതിന് താങ്ങാൻ കഴിയില്ല. അപ്പോൾ ഇത് 50 ലിറ്ററിൻ്റെ ഡ്രമ്മാണ്. കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തൈയാണ്. 2 ഉണ്ടായിരുന്നു. ഒന്ന് മണ്ണിൽ നട്ടു, ഒന്ന് ഡ്രമ്മിൽ നട്ടു. മണ്ണിൽ നട്ടത് ഒരു അനക്കമില്ല, അതേപോലെ തന്നെ കിടക്കുകയാണ്. ഇത് പിന്നെ പൂത്തപ്പോൾ സന്തോഷമായി. ഇത് കോട്ടർകോണം എന്ന് പറയുന്നൊരു ഇനം മാവാണ്. നമ്മുടെ നാടൻ മാങ്ങയുടെ ഒരു ടേസ്റ്റാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിനി കണ്ണിമാങ്ങ ആയിട്ട് അത് പറിച്ചിട്ട് പിന്നെ പൂവ് ഒഴിവാക്കും, ബാക്കിയുള്ള പൂവുകളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കും. അപ്പോൾ കണ്ടോ, നിറയെ പൂവുകളുണ്ടായിട്ടുണ്ട്, കാണാൻ നല്ല ഭംഗിയാണ്. ഇതിലൊന്നും മാങ്ങ പിടിച്ചിട്ടില്ല. എന്തായാലും ഞാൻ ആ കണ്ണിമാങ്ങ ഇനി ആയിട്ടുള്ള വീഡിയോ തീർച്ചയായിട്ടും ഇടുന്നതായിരിക്കും. അപ്പോൾ ഇനി ആദ്യമായിട്ട് പൂവ് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ വളർത്തി കൊണ്ടുവരാതെ എല്ലാവരും കണ്ണിമാങ്ങ ആയിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പൂവ് കട്ട് ചെയ്ത് ഒഴിവാക്കുക. അപ്പോൾ ആ മാവ് നിലനിൽക്കുള്ളൂ, അല്ലെങ്കിൽ ആ മാവ് നിലനിൽക്കില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് രേഖപ്പെടുത്തുക. ഓക്കെ, അടുത്തൊരു വീഡിയോയുമായി പിന്നെ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.